നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്ങനെയുണ്ട്? കല്യാണം ഇന്നല്ലല്ലോ സുശീലേ. അല്ല, ഇപ്പോഴേ ഇങ്ങനെ ഒരുങ്ങിയ കല്യാണത്തിന്റെ സമയത്ത് എങ്ങനെ ഒരുങ്ങണം? അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അവിടെ പോകുമ്പോ നമ്മൾ ഒട്ടും മോശമാവരുതല്ലോ. ആവരുതല്ലോ. ആ, മോള് റെഡിയായോ? ഓ, ഇപ്പഴേ റെഡിയാവണ്ടല്ലോ, വൈകിട്ടല്ലേ ഫംഗ്ഷൻ. അവിടെ ചെന്നിട്ടൊക്കെ റെഡിയായ പോരെ? ആ, അതെ, സച്ചി സാറിന്റെ ബന്ധുക്കളാവാനുള്ള എല്ലാ യോഗ്യതയും നമുക്കുണ്ടെന്ന് കാണുന്നവർക്ക് തോന്നണം. വേഷത്തിലും ഭാവത്തിലും നമ്മളിത് കാണിച്ചില്ലെങ്കിലേ പാവപ്പെട്ട നമ്മളെ കോടീശ്വരനായ സച്ചി സാർ വിലക്കെടുത്തതാണെന്നേ നാട്ടുകാർ പറയും. കല്യാണത്തിന് വരുന്ന ബന്ധുക്കൾക്ക് കഥകളൊക്കെ അറിയാൻ പറ്റും. അവരുടെ മുന്നിൽ വേഷം കെട്ടി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ, എന്നാ പിന്നെ വീട്ടിൽ നിൽക്കുന്ന കോട്ടൺ സാരി കൊടുത്തോണ്ട് ഞാൻ കല്യാണത്തിന് പോ. ഞാൻ ഒരുങ്ങിയതാണോണ്ട് നിനക്ക് കുഴപ്പമായേ? അമ്മ ഒരുങ്ങിയതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വേഷത്തിലും ഭാവത്തിലും യോഗ്യത തെളിയിക്കണമെന്ന് അമ്മ പറഞ്ഞില്ലേ? അത് കുറച്ച് ഓവറായി പോകുന്നേ ഞാൻ ഉദ്ദേശിച്ചു. മതി മതി, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ അമ്മയും മോളും കൂടെ വഴക്കുണ്ടാക്കല്ലേ. അമ്മേ, ഇന്ദ്രേട്ടനെ നമുക്ക് പോകാനുള്ള വണ്ടി അയച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞായിരുന്നു. അല്ല, നമുക്ക് പോകാനുള്ള വണ്ടിയോ? അപ്പൊ അവൻ വരുന്നില്ലേ? ഇന്ദ്രേട്ടൻ അവിടെ എത്തിക്കൊള്ളെന്ന് പറഞ്ഞ്. കോയമ്പത്തൂരിന്ന് ലോഡ് വരും. കടയിൽ ജോലി ചെയ്യുന്ന കണ്ണൻ കുറെ ദിവസമായിട്ട് വരാറില്ലല്ലോ. അനിയന്റെ കല്യാണമായിട്ട് അവന് 2 ദിവസം കട അടച്ചിട്ടല്ല എന്താ? അവിടെ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ട് വേണ്ടല്ലോ കല്യാണം നടത്താൻ. അവനിപ്പോ എന്റെ വാക്ക് കേൾക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നതേ എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. അക്കരപ്പച്ച കണ്ടവൻ ചാടിപ്പൊയ്ക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അതിന്റെ നേട്ടം അവനുണ്ടാവണം. അമ്മയെ പോലെ നേട്ടമുള്ളിടത്തേക്ക് ചാടിപ്പോകുന്ന സ്വഭാവം ഏട്ടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടൻ പണ്ടും ചെയ്യുന്ന തൊഴിലിനോട് കൂറ് കാണിക്കുന്ന ആളാ. ഇന്നിപ്പോ എന്റെ താലിയിടുന്നു അല്ലല്ലോ, ഏട്ടൻ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാലും മതി. അയ്യോടാ, നിനക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ പിടികിട്ടിയല്ലേ? ഇനിയിപ്പൊ ഇന്ദ്രനെന്നല്ല, ഞാനില്ലെങ്കിൽ പോലും നിന്റെ കല്യാണം നടക്കുന്നത് നിനക്ക് ഉറപ്പായി. ഇങ്ങനെ പോയാലേ നീ സച്ചി സാറിന്റെ മരുമോനായി കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ മറന്നു കളയുമല്ലോടാ. ദേ അമ്മേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ വട്ടുപിടിപ്പിക്കരുത്. സച്ചി സാറിന്റെ മരുമകൻ പട്ടം വേണ്ടെന്ന് വെക്കാനേ സത്യന് ഒരു നിമിഷം മതി. പറഞ്ഞേക്കാം. സോനെ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ അധികാരപ്പെട്ട ആളുകൾ എന്തും കാണിക്കും. അതിലൊന്നും നീ കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. അതൊരുമാതിരി എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാവും. മനസ്സിലായോ? എന്റെ ഭഗവാനെ, തുടക്കം തന്നെ പൊട്ടലും ചീറ്റലും ആണല്ലോ. ഇതെങ്ങനെയാലും ഒന്ന് നടത്തി തരണേ എന്റെ ഭഗവാനെ.